പ്രധാന പത്രങ്ങളെല്ലാം പ്രധാനപ്പെട്ട വാർത്ത സുപ്രീം കോടതി വിധി തന്നെയാണ്. അതിൽ കാരണം രാഷ്ട്രപതിക്കുമില്ല വീറ്റോ അധികാരം എന്നാണ് മനോരമയുടെ ഹെഡിങ്. ഈ സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകൾ, ആ ബില്ലുകൾ വെച്ച് താമസിപ്പിക്കുന്നത്, ബില്ലുകളിന്മേൽ അടയിരിക്കരുത് എന്നാണ് കഴിഞ്ഞ ദിവസം ഒരാഴ്ചകൾക്ക് മുമ്പ് തമിഴ്നാട് ഗവർണർ RN രവിയുമായി ബന്ധപ്പെട്ടൊരു വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞു. അതിൻ്റെ തുടർച്ചയായി ഗവർണർക്ക് മാത്രമല്ല രാഷ്ട്രപതിക്കുമില്ല വീറ്റോ അധികാരം. അനുമതി വൈകിയാൽ, അതായത് നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകളുടെ അനുമതി വൈകിയാൽ സംസ്ഥാനങ്ങൾക്ക് കോടതിയെ സമീപിക്കാം. ബിൽ ഭരണഘടനാപരമോ എന്ന് തീരുമാനിക്കേണ്ടത് സുപ്രീം കോടതി. അങ്ങനെ മനോരമ അക്കാര്യത്തിൽ വളരെ വിശദമായി 1-ാം പേജ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് 11-ാം പേജിലാണ് മനോരമ കുറച്ചും കൂടി വിശദമായി കൈകാര്യം ചെയ്തിട്ടുള്ളത്. പക്ഷേ മാതൃഭൂമി ചില പോയിന്റുകൾ 1-ാം പേജിൽ കൊടുത്തിട്ടുള്ളത് അത് കുറച്ചും കൂടി പ്രസക്തമാണ്. അതുകൊണ്ട് മാതൃഭൂമിയാണ് ഒരു പക്ഷേ ആ വാർത്തയെ സമഗ്രമായി 1-ാം പേജിൽ വേഗത്തിൽ മനസ്സിലാകുന്ന രൂപത്തിൽ കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന് വേണം കാണാൻ. അതായത് ബില്ലുകളിൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതി പോയിന്റ് ഇട്ടാണ്. അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാകും ആളുകൾക്ക്. അല്ലാത്ത പക്ഷം സംസ്ഥാനങ്ങൾക്ക് കോടതിയെ സമീപിക്കാം. രാഷ്ട്രപതിക്ക് സമയക്രമം നിശ്ചയിക്കുന്നത് ആദ്യം എന്നുകൂടി പറയുന്നുണ്ട്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി അത് പറയുന്നുണ്ട്. സമയക്രമം വേണമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. ഗവർണർമാരെ ഒക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ആളുകളാണെന്ന് നമുക്കറിയാം. പക്ഷേ രാഷ്ട്രപതിയും ഗവർണറും ഒക്കെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ആളുകളാണ്. എന്നാലും സമയക്രമം വേണമെന്ന് കേന്ദ്ര സർക്കാരും പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ അത് മാത്രമല്ല, തമിഴ്നാട്ടിൽ ഈ RN രവി തടഞ്ഞു വെച്ച 10 ബില്ലുകൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ നിയമമായി. അത് സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധിയുടെ ഭാഗമാണ്. അതും 1-ാം പേജിൽ കൊണ്ടുവന്നിട്ടുണ്ട്.